കോഴിക്കോട് മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥരിലേക്കും നീളുന്നു. അറസ്റ്റിലായ പ്രധാന പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. സെക്സ് റാക്കറ്റ് നടത്തിപ്പുകാർക്ക് പുറമെ നിന്നുള്ള സഹായം ലഭിച്ചതായി നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിലെ 1-ാം പ്രതി വയനാട് സ്വദേശി ബിന്ദുവിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 2 പോലീസുകാരുമായി ബന്ധപ്പെട്ട സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. സിറ്റിയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥർ ബിന്ദുവുമായി നേരത്തെ ഫോണിൽ ബന്ധപ്പെട്ടതായാണ് വിവരം. 2022 ലഭിച്ച പരാതിയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ബിന്ദുവിനെ നോട്ടീസ് നൽകി വിട്ടയച്ചിരുന്നു. ഈ സമയം ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ ബിന്ദുവിനെ ഫോണിൽ ബന്ധപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ. വിജിലൻസ് കൺട്രോൾ റൂം എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന 2 ഉദ്യോഗസ്ഥർക്കെതിരെയും പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ തെളിവുകൾക്കായി പോലീസ് മൊബൈൽ CDR പരിശോധിച്ചു വരികയാണ്. മലാപ്പറമ്പിൽ അപ്പാർട്ട്മെന്റിൽ നടത്തിയ റെയ്ഡിലാണ് സെക്സ് റാക്കറ്റ് സംഘം പിടിയിലായത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകളെ എത്തിച്ചായിരുന്നു പ്രവർത്തനം. ഇടനിലക്കാരായ വയനാട് സ്വദേശി ബിന്ദു, ഇടുക്കി സ്വദേശി അഭിരാമി, കരുവൻതിരുത്തി സ്വദേശി ഉപേഷ് തുടങ്ങി 9 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്സ് റാക്കറ്റ് സംഘത്തിന് പുറമേ നിന്ന് ചിലരുടെ സഹായം ലഭിച്ചതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി. കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ന്യൂസ് മലയാളം, കോഴിക്കോട്.